ഹലോ മക്കളെ, നാളത്തെ പരീക്ഷയിൽ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത എന്തായാലും പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഡു ഓർ ഡൈ ടോപ്പിക്സ്. ഈ ഒരു ടോപ്പിക്സ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ 30 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും, ഒരു സംശയമില്ല. ഓരോരോ ചാപ്റ്റർ വൈസ് നമ്മൾ പോകാൻ, കാരണം ഓരോരോ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടേമിലെ ചാപ്റ്റർ ഇൻക്ലൂഡിങ് ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ് മക്കളെ. ജൂൾസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതിൻ്റെ 3 ഇക്വേഷൻസ് ഇല്ലേ, I²RT, H=I²RT, V²/R×T, പിന്നെ VIT. ഇത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉറപ്പാണ്. ഇതിൻ്റെ പവറിൻ്റെ ഫോർമുലയും കൂടെ ഓർത്ത് വെച്ചു. I²RT ഇല്ലാത്ത V²/R പിന്നെ VI. ഈ 3 സംഗതി വെച്ചുള്ള പ്രോബ്ലം എന്തായാലും പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മിസ് ചെയ്യാൻ പാടില്ല. നിക്രോമിൻ്റെ പ്രോപ്പർട്ടി, ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടി, 4 പ്രോപ്പർട്ടി വീതം പഠിച്ചു വെക്കുക. ഇനി ഇതൊക്കെ എങ്ങനെയാണ് സാർ പഠിക്കുക? ഇന്ന് വൈകുന്നേരത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. കൂടാതെ നാളെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ ഒന്നും കൂടി അത് റിവൈസ് ചെയ്ത് ഫുൾ സാധനം പഠിപ്പിച്ചിട്ടായിരിക്കും വിടാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പഠിക്കാൻ ഇന്ന് വൈകുന്നേരത്തെ ലൈവ്, നാളെ രാവിലത്തെ ലൈവ്, ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സേഫ്റ്റി ഫ്യൂസ് സിമ്പിളാണ്, അത് സേഫ്റ്റി ഫ്യൂസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര ലോ ആയിരിക്കും. പിന്നെ അതിൻ്റെ വർക്കിങ്ങും, ഓക്കെ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റേഴ്സ് സീരീസിൽ പാരലിൽ വന്നിട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, പിന്നെ വോൾട്ടേജ് കണ്ടുപിടിക്കുക, കറണ്ട് കണ്ടുപിടിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും, പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും, ചോദിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ അവിടെ ചെറിയ ടോപ്പിക്സ് ഉണ്ട്, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. നമ്മൾ ലൈവിലും ഫോക്കസ് ചെയ്യുന്നത് ഇതിലായിരിക്കും. ഓക്കെ, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് 2-3 മാർക്ക് വരുള്ളൂ. അപ്പോൾ അത് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പഠിക്കണമെങ്കിൽ തന്നെ റൈറ്റ് ഹാൻഡ് റൂൾ, മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ പഠിക്കാം, മോട്ടോ പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കാം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ജസ്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് പഠിക്കാം. അറിയില്ലെങ്കിൽ വൈകുന്നേരത്തെ ലൈവിൽ പഠിച്ചു തരാം. ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിങ്ങും അതിൻ്റെ പാർട്സും പഠിച്ചു വെക്കാം. ഡയഫ്രം, വോയിസ് കോയിൽ, പിന്നെ നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ്സ്, ആ പാർട്സ് പഠിച്ചു വെക്കാം, അതിൻ്റെ വർക്കിംഗ് പഠിച്ചു വെക്കാം. വൈകുന്നേരം പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇത്രയും ഇതിൽ പഠിക്കാനുള്ളൂ. ഇതിൽ കൂടുതൽ പിന്നെ വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് 2-3 മാർക്കിൽ വരുള്ളൂ. നിങ്ങളത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 17 മാർക്ക് വരുന്ന ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ജനറേറ്റർ പഠിക്കണം, AC ജനറേറ്റർ, DC ജനറേറ്റർ, മൊത്തം പരിപാടി, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും പഠിക്കാണ്ട് വൈകുന്നേരം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലംസ് പരീക്ഷ ചോദിക്കും. അതുകൂടാതെ ഇന്ന ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ കറണ്ട് കൂടുതൽ, തിക്ക് വയസ് എവിടെയാണ്, ആ ടൈപ്പ് ചോദ്യങ്ങളും പരീക്ഷയിൽ വരും കേട്ടോ. പിന്നെ പവർ ട്രാൻസ്മിഷൻ, എത്ര വോൾട്ടേജിലാണ് പവർ ഉണ്ടാക്കുന്നത്, 11 kV. പിന്നെ അവിടെ പവർ ട്രാൻസ്ഫോമർ വെച്ച് കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ആ മൊത്തം സൈക്കിളിൽ നിന്ന് വൈകുന്നേരം പഠിപ്പിക്കുന്നതായിരിക്കും. അത് എന്തായാലും ഒരു ചോദ്യം അവിടെ നിന്ന് ഉറപ്പാണ്. ഓക്കെ, പിന്നെ മൈക്രോഫോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ഡീറ്റെയിൽ വർക്കിംഗ് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത്. ആ 17 മാർക്കിൽ നിന്ന് ഒരു 12 മാർക്ക് എന്നെങ്കിലും ഈ ടോപ്പിക്സിനാണ് വരാൻ പോകുന്നത്. അല്ല 12 അല്ല, 14 മാർക്കിൽ ഈ ടോപ്പിക്സ് ആണ് വരാൻ പോകുന്നത്. 3 മാർക്കിന് വേറെ എന്തെങ്കിലും വരാം, അത്രേ ഉള്ളൂ. പിന്നെ റിഫ്ലക്ഷനിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഒരു ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതിന് വന്നില്ലെങ്കിലും വന്നാലും മിറർ ഫോർമുലയിൽ വന്നിരിക്കും. മിറർ ഫോർമുല 1/f = 1/u + 1/u എന്നുള്ള ചോദ്യം വന്നിരിക്കും. അതില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല. ഓക്കെ, അതിലെ ചോദ്യ പേപ്പർ ഇല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കോ, ഒരു ചോദ്യ പേപ്പറിൽ പോലും ഇതില്ലാത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ റിഫ്രാക്ഷൻ, ആ ചാപ്റ്റർ വേറെ കാര്യം വരെ ഒന്നും പഠിക്കാനില്ല. റേ ഡയഗ്രാം ഒന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റേ ഡയഗ്രാം ഉണ്ട്, ലെൻസിൻ്റെ റേ ഡയഗ്രാം. അതുകൊണ്ടാണ് ഇന്നേ വരെ ഒരു ചാപ്റ്റർ, ഒരു പേപ്പർ പോലും നിങ്ങളെടുത്ത് നോക്കിക്കോ ഈ ലെൻസിൻ്റെ റേ ഡയഗ്രാം ഇല്ലാത്തില്ല. ഓക്കെ, പിന്നെ സ്പീഡ്, ബെൻഡിങ്, സ്പീഡ് കൂടുകയോ കുറയോ, ഒരു മീറ്റർ പോകുമ്പോൾ ബെൻഡിങ് അങ്ങോട്ടായിരിക്കും ഉണ്ടാവുക, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും. പിന്നെ ലെൻസ് ഫോർമുല അങ്ങനെ ചോദിക്കാറില്ല, മിറർ ഫോർമുല അത്രയും. കാരണം ഈ ചാപ്റ്റർ വേറെ കുറേ കാര്യങ്ങൾ ചോദിക്കാണ്ടല്ലോ, അപ്പോൾ അവർ പൊതുവെ ചോദിക്കാറില്ല, പക്ഷേ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതും പഠിച്ചേക്കണം, നമുക്ക് പ്രോബ്ലം പഠിക്കണം. പക്ഷേ ഈ ചാപ്റ്ററിന് വേറെ കാര്യങ്ങൾ ചോദിക്കാനില്ല. പിന്നെ ആകെ ചോദിക്കാനുള്ള ഇറഗുലർ റിഫ്ലക്ഷൻ വ്യത്യാസം, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ഒക്കെ കോമഡിയാണ്, വേഗം പഠിച്ചെടുക്കാവുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? പിന്നെ ഈ ഒരു ചാപ്റ്ററിന് റിഫ്രാക്ഷൻ ഒരു കാര്യം കൂടെ ഞാൻ മിസ് ചെയ്ത് പോയത്, ക്രിട്ടിക്കൽ ആംഗിളിൻ്റെയും TIRൻ്റെ ഡെഫിനിഷൻ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ, എന്താണ് TIR, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെച്ചോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നാളത്തെ പരീക്ഷ 30 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അതിലൊരു സംശയമില്ല. കാരണം എല്ലാ വർഷവും ഇത് നിങ്ങൾ നോക്കിക്കോ, പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഓരോ വർഷം ക്രിസ്മസ് എക്സാം എടുക്കുകയാണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും ഈ ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിച്ച് 30 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, ഈ ടോപ്പിക്സ് പഠിച്ച കുട്ടി 30 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, ഇത്രയുള്ള അതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഇതൊക്കെ പഠിക്കുക എങ്ങനെയാണ്? ഇന്ന് വൈകുന്നേരത്തെ ലൈവ്, നാളെ രാവിലത്തെ ലൈവിലായിരിക്കും നമ്മളതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈവിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. അല്ലാണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഫുൾ ഇത് പഠിപ്പിക്കലൊന്നും എനിക്ക് പോസിബിൾ ആയില്ല, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യണം. ആ വൃത്തിയായിട്ടുള്ള പണി നമ്മൾ വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടിക്കൊണ്ടുവരാം. നമുക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാം, അത്രേ പറയാനുള്ളൂ.